മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സുധീഷ് ഗോപാൽ ചേർന്ന വിവരങ്ങളുമായി. സുധീഷ്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. വീണ ഏറെ നാളായി ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളുമായി കിടപ്പിലായിരുന്നു. വീട്ടിൽ തന്നെ സ്ട്രക്ചറിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങളായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11:30-യോടെയാണ് അന്ത്യം സംഭവിച്ചത്. CPM-ന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു. 17-ാമത്തെ വയസ്സിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് പാർട്ടി പ്രവർത്തനവുമായി ഇറങ്ങിയതാണ്. CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, അതിനു പുറമെ CIT-ന്റെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ കേന്ദ്ര ഉപാധ്യക്ഷൻ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ഒരു തവണ ലോക്സഭയിലേക്കും വിജയിച്ചിരുന്നു. നിരവധി തവണ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. LDF കൺവീനർ സ്ഥാനത്തും ഇരുന്നിരുന്നു. 12 വർഷം LDF കൺവീനറായിരുന്നു. EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് അദ്ദേഹം LDF കൺവീനർ സ്ഥാനവും രാജിവെച്ചിരുന്നു. CPM-ലെ വിഭാഗീയതയുടെ ഒരു രക്തസാക്ഷി കൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ MM ലോറൻസ്. എന്നാൽ അതിനുശേഷം 2015 ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുകയും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി വെക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. സംസ്ഥാന ക്ഷണിതാവായി ഇരിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളതും. VS പക്ഷവുമായുള്ള കടുത്ത പോരാട്ടങ്ങൾക്ക് ഇടയിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതും ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും മറ്റും ചെയ്തിരുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹം LDF കൺവീനർ സ്ഥാനം രാജിവെച്ച് പിന്നീട് അല്പം അകന്നു നിന്നിരുന്നെങ്കിലും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായണൊക്കെ അവിടെ പങ്കെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ആ കാലത്തൊക്കെ വലിയ രീതിയിലുള്ള മോശപ്പെട്ട പെരുമാറ്റങ്ങൾ പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടായി എന്ന മകൾ ആശയം മറ്റും പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇത്തരം ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് CPM തന്നെയാണ്. ഇപ്പോൾ സംസ്കാരം ചടങ്ങുകൾ ഉണ്ടാവില്ല, കാരണം മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടുകൊടുക്കുകയാണ്. അത്തരം കാര്യങ്ങൾ തിങ്കളാഴ്ചയാണ് നടക്കുക. തിങ്കളാഴ്ച രാവിലെ CPM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആദ്യം മൃതദേഹം എത്തിക്കും. അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. പിന്നീട് 4 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വീണ.